എഴുതുന്ന സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൾക്കാർ ഒരിക്കലും ഒരു ഇത് അങ്ങനെ ജഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും ഞാൻ ഓരോ സ്ഥലങ്ങളിൽ കഥയുടെ ഒരു ഒഴുക്കിന് വേണ്ടി പല സ്ഥലങ്ങളിലും മാറ്റി അങ്ങനെയാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. അപ്പച്ചന് കീമോ ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പുറത്തിരുന്ന് ഞാൻ കാറിലായിട്ടും അവിടുത്തെ യൂണിറ്റിന്റെ സൈഡിലൊക്കെ ഇരുന്ന് എഴുതിയ കഥയാണ് ഈ കഥ. അപ്പൊ ഈ കഥയുടെ പിന്നിലൊരു നല്ല എന്തായാലും സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ എഴുതിയൊരു കഥയല്ല ഇതല്ലേ? സുഖകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എഴുതിയ കഥയല്ല, പക്ഷെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കഥയുമല്ല. സമൂഹം ഇന്ന് ജെൻസിയുടെ സമൂഹമാണ്. അവർ ഒരിക്കലും ബുക്ക് വായിക്കുന്നില്ല. പത്രം വായിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എൻ്റെ മോള് പറയാം, അമ്മ ഫോൺ ഉണ്ടല്ലോ എന്തിനാ പത്രം നോക്കുന്നത്? അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലേക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് ചുവടുവെപ്പ്. അപ്പോൾ ഈ ജെൻസി കുട്ടികളൊക്കെ ഇതൊക്കെ വായിക്കും, അല്ലെങ്കിൽ എഴുത്തിനൊരു കാലമുണ്ടോ ഇനി അങ്ങോട്ട് ചിന്തിക്കുന്നുണ്ടോ പ്രസാദ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഈ ബുക്ക് ഉണ്ടല്ലോ, ഈ ബുക്കിൽ ഭൂരിഭാഗവും വായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഈ ബുക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഈ ജെൻസി കുട്ടികളാണ്. ഓ റിയലി? ദ റിയാലിറ്റി ബൈ ശാരികയുടെ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ ഒരു പുതിയ അതിഥിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നിങ്ങൾക്ക് പരിചിതമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പരിചിതപ്പെടുത്താൻ പോകുന്നൊരു വ്യക്തിയും കൂടെയാണ്. അദ്ദേഹം ഒരു റൈറ്ററാണ്. ഇന്ന് റൈറ്ററായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. റൈറ്ററാണ്. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൽ ആദ്യമായിട്ടാണ് ഒരു എഴുത്തുകാരൻ വരുന്നത്. അതെൻ്റെ പ്രിയ സുഹൃത്തായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വെൽക്കം പ്രസാദ് ബേബി ടു റിയാലിറ്റി ബൈ ശാരിക. നമസ്കാരം. നമസ്കാരം. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും. കാരണം എൻ്റെ ജീവിതത്തിലെ ഒരു ലൈഫ് ടേണിംഗ് പോയിന്റ് തന്നൊരു വ്യക്തിയാണ് പ്രസാദ് ബേബി. പ്രസാദ് ബേബി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പ്രിയമുള്ള, വളരെ ബഹുമാന്യതന ഒരു വ്യക്തിയാണ്. പക്ഷേ ആഫ്റ്റർ ബിഗ് ബോസ് നിങ്ങൾ റൈറ്ററായി മാറിയിരിക്കുന്നു. എനിക്കറിയാവുന്ന പ്രസാദ് ബേബി ഒരു ടെക്കിയാണ്. അതായത് കമ്പ്യൂട്ടർ ടെക്നോളജി ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടൊരു വ്യക്തിയാണ്. പിന്നെ ഒരു ചെറിയ മാധ്യമ പ്രവർത്തനം കൂടെ ആയിരുന്നു. അത് പൂർണ്ണമായ ടെക്കിയാണ്, ഒരു പാർഷ്യൽ എന്താ പറയുന്നത് ടെക്കിയും കൂടാണ്. പക്ഷേ പൂർണ്ണമായ എഴുത്തുകാരനായി നിങ്ങൾ മാറാൻ പോകുക എന്നുള്ളൊരു പ്രതീതി തന്നുകൊണ്ട് ഒരു പുതിയ ബുക്ക് നിങ്ങൾ ഇറക്കിയിരിക്കുന്നു. എന്താ സംഭവിച്ചത് അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ? നമ്മൾ കാണാതെ പോയ ഒരു 6-7 മാസം നിങ്ങൾ എഴുത്തുകാരനായി മാറിയിരിക്കുന്നു. നമ്മൾ കാണാതെ പോയൊരു ഗ്യാപ്പ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ ഫാദറിന് ക്യാൻസർ വന്നിട്ട് ഒരു ഫുൾ ടൈം ഹോസ്പിറ്റൽ അങ്ങനെ കുറച്ച് ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഒരു ഇടവേള ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ എഴുതിയ ബുക്കാണിത്, ക്ലാരയും ആൽബിനും. ആ സമയത്താണ് ഞാൻ ഈ ബുക്ക് എഴുതുന്നത്. അതൊരു ഇപ്പോൾ പെട്ടെന്നൊരു ബുക്ക് എഴുതാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കും അങ്ങനെ നമ്മുടെ ഒരു സ്വകാര്യതയായിരുന്നു എഴുത്തെന്ന് പറയുന്നത്. നമ്മൾ എഴുതും, അത് ഒരു ബുക്കിൽ ഏതെങ്കിലും നോട്ട്ബുക്കിൽ എഴുതും, പിന്നെ മാറ്റിക്കളയും, അങ്ങനെയായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ കുറേ സിനിമകൾ കാണായിരുന്നു. അപ്പോൾ എന്നെ കുറിച്ച് ശരിക്കും അറിയാമല്ലോ, ഞാൻ ഇപ്പോൾ സിനിമ കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ സിനിമ എല്ലാവരും ആഫ്റ്റർ ഓൾ എല്ലാവരും ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയിലേക്ക് എത്തുക, അല്ലെങ്കിൽ സിനിമയിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവുക എന്നതാണ്. അതുപോലെ എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സമയം എനിക്കില്ലായിരുന്നു. അപ്പം നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകണം, പഠിക്കുന്നു, ജോലി വാങ്ങിക്കുന്നു, വിവാഹം, അങ്ങനെ പോകുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഫാദറിന് അസുഖം വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകേണ്ടി വന്നു. അപ്പം ആ സമയത്ത് കീമോ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു 6 മാസം ഈ കീമോയിലായിരുന്നു. കീമോ ചെയ്യാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. എന്നും ആഴ്ചയിൽ 2 പ്രാവശ്യം, ഒരാഴ്ചയ്ക്ക് ആയിട്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കീമോ യൂണിറ്റിലേക്ക് കയറ്റുന്ന സമയത്ത് ഞാൻ പുറത്തിരിക്കും. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ടാവും, ഞാൻ വർക്ക് അറ്റ് ഹോമൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ലാപ്ടോപ്പിലിരുന്ന് അപ്പച്ചന് കീമോ ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പുറത്തിരുന്ന് ഞാൻ കാറിലായിട്ടും അവിടുത്തെ യൂണിറ്റിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് എഴുതിയ കഥയാണ് ഈ കഥ. അപ്പോൾ ഈ കഥയുടെ പിന്നിലൊരു നല്ല എന്തായാലും സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ എഴുതിയൊരു കഥയല്ല ഇതല്ലേ? സുഖകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എഴുതിയ കഥയല്ല, പക്ഷെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കഥയുമല്ല. ഞാൻ വായിച്ചു, ഞാൻ ക്ലാരയും ആൽബിനും വായിച്ചു. അത് നമുക്ക് അതിലേക്ക് വരാം എന്തായാലും. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ഈ എന്താണ് ഈ കഥ എഴുതാനുണ്ടായ പ്രചോദനം? അതായത് ഇപ്പൊ അപ്പച്ചന്റെ ഒരു ആകസ്മികമായിട്ടുള്ള, എനിക്കറിയാം, അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് അത് പറയുന്നത്, ആകസ്മികമായിട്ടുള്ള ഒരു അസുഖത്തിന്റെ ഒരു അത് തിരിച്ചറിവ് പ്രസാദനം വല്ലാതെ തളർത്തിരുന്നെന്ന് എനിക്കറിയാം. കാരണം ലാസ്റ്റ് സ്റ്റേജിലാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ തോന്നി, അന്ന് അതുവരെ പ്രസാദ് ഭയങ്കര ബിസി ആയിട്ടുള്ള, അതായത് എനിക്കറിയാം നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എന്ന രീതിയിൽ നമ്മൾ ചാനലിന് വേണ്ടി, പ്രസാദ് ചാനൽ ഉണ്ടായിരുന്ന സമയത്ത്, അപ്പോൾ അതിലൊരു ആങ്കറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഫസ്റ്റ് ആങ്കറിങ് പബ്ലിക് ഒപ്പീനിയൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത് പ്രസാദ് ബേബിയിൽ നിന്നാണ്. സ്റ്റുഡിയോ, ആ പേരൊരിക്കലും ഞങ്ങൾ പരസ്പരം ഒരു വർഷത്തോളം നമ്മൾ മറൈൻ ഡ്രൈവിൽ കറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് പബ്ലിക് ഒപ്പീനിയനുമായിട്ട്.
അപ്പോൾ ആൾ ഓഫ് എ സഡൻ അതങ്ങ് നിന്നുപോയി. അപ്പോഴും പ്രസാദ് എപ്പോഴും പറയും പ്രഷർ ജോലിയാണ്, ടെക്കുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ പ്രഷർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ജോലിയുടെ ഇടവേളകളിൽ ചേച്ചി എനിക്ക് എൻജോയ്മെന്റ് കിട്ടുന്ന ഒരു ജോലി, ഒരു ഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആൻഡ് സൺഡേസ് ആണ്. വേറൊന്നും കൊണ്ടല്ല, അത് എനിക്ക് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രസാദ് തന്നെയാണ് തയ്യാറാക്കുന്നത്, എനിക്കറിയാതെ. ഞാൻ ചോദിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം തയ്യാറാക്കുന്ന അതിന്റെ ഒരു ഇഷ്ടം പ്രസാദം എപ്പോഴും അതിനോട് എഴുത്തിനോടും വായനയോടും ഉണ്ടെന്ന് എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന ഒരു പുസ്തക എഴുത്തിലേക്ക് പോകും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അന്ന് നിങ്ങൾക്ക് ഇഷ്ടം ക്യാമറ ഷൂട്ട് ചെയ്യുക, എഴുതുക, ഇതൊക്കെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് ബേസിക്കലി ഉണ്ട്. അപ്പോൾ ഈ ഓൾ ഓഫ് എ സഡൻ തോന്നിയതാണോ അതോ അതായത് അപ്പച്ചൻ എനിക്കറിയാം നമ്മൾ പ്രതീക്ഷിക്കാതെ വീട്ടിലൊരു രോഗം, പ്രത്യേകിച്ചും ക്യാൻസർ പോലെ രോഗം വരുമ്പോൾ അത് നമുക്ക് ഇച്ചിരി താങ്ങാവുന്നതിലപ്പുറമാണ്. പുരുഷന്മാരായതുകൊണ്ട് കരയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് സ്വന്തമായിട്ട് പ്രഷറൈസ് ചെയ്ത് എഴുതിയതാണോ ഈ നോവൽ? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെറുപ്പം മുതൽ എഴുതുന്ന ഇഷ്ടമായിരുന്നു. അപ്പൊ പലപ്പോഴും എഴുതി തുടങ്ങും, കുറച്ച് എത്തുമ്പോൾ അത് പൂർത്തിയാകാതെ എവിടെയെങ്കിലും നിന്നുപോകും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു നോവൽ എഴുതണമെന്നുള്ള ചെറുപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പച്ചൻ ഹോസ്പിറ്റലാകുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ പുറത്തിരുന്ന് വേറൊന്നും ആക്ടിവിറ്റീസ് വേറെ ചെയ്യാനില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ വന്നു പോയൊരു കഥാപാത്രം ഉണ്ട്. ആ കഥാപാത്രത്തിലുണ്ട് ഒരു സിസ്റ്ററിൻ്റെ ഒരു കഥാപാത്രം. കാരണം രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ. അപ്പോൾ അവിടെ വന്നു പോയൊരു സിസ്റ്ററിൻ്റെ കഥാപാത്രം എന്നെ പെട്ടെന്ന് അവിടെ ഉണ്ടായ ഒരു ഇത് മൂലം എനിക്ക് പെട്ടെന്ന് കണക്റ്റായി. അവരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബേസിൽ പെട്ടെന്ന് വന്ന തോട്ടിൽ ഞാൻ എഴുതി തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഇത് ഞാൻ എഴുതുന്നത്. അപ്പൊ ഇതിന് ഇതിൽ തന്നെ ക്ലാരയുടെ ഒരു പോർഷനും ആൽബിൻ എന്നൊരു പോർഷനും ഉണ്ട്. ഇതിൽ ആൽബിൻ എന്ന പോർഷൻ മുഴുവൻ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇരുന്ന് എഴുതി തീർത്താണ്. അതിനുശേഷം പിന്നെ കുറച്ച് മുന്നോട്ട് ഫാദർ മരിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ ഈ ആൽബിൻ്റെ പോർഷൻ വായിച്ച് എൻ്റെ കൊളീഗ്, ഞാൻ ഓഫീസിൽ ഇരുന്ന എൻ്റെ കൊളീഗിനൊക്കെ ഇത് വായിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ബിൻസൻ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇത് എഴുതി പൂർത്തിയാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ പിന്നെ അതൊരു 5 ദിവസം കൊണ്ട് ക്ലാരയുടെ പോർഷൻ എഴുതി തീർത്ത് സഡനായിട്ട് പബ്ലിഷ് ചെയ്യായിരുന്നു. അപ്പോൾ മനസ്സിലുണ്ട്, എഴുത്ത് മനസ്സിൽ എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ എഴുത്തിനോട് പാഷനുണ്ട്. പക്ഷെ ത്രെഡ് കിട്ടിയത് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ്. പല പല ത്രെഡുകൾ മനസ്സിൽ വന്ന് അതിങ്ങനെ വരും പോവും. അപ്പൊ നമുക്ക് ഓരോ ചിന്തകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതാണ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇത് നമ്മളെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതി തീർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 500-600 പേജുള്ള A4 ഞാൻ എഴുതിയ ലാപ്പില് A4 600 പേജ് ഉണ്ടായിരുന്നു. പക്ഷെ അത് A5 ഇത് പ്രിന്റ് വരുന്നത്. അപ്പൊ ഇത് 700-800 പേജ് ആയിപ്പോയി. അതുകൊണ്ട് ഇത് 3 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എഴുതി തീർത്തു, കഥ മൊത്തം എഴുതി തീർത്താണ്. ഇതിന്റെ ആദ്യ പാർട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിപ്പോ വിജയകരമായിട്ട് സെക്കൻഡ് പതിപ്പിലേക്ക് എത്തി. ഒരു 10 നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു റൈറ്റർ എന്ന നിലയിലും ഇതിന്റെ ഓഥർ എന്ന നിലയിലും ആദ്യത്തെ ഇന്റർവ്യൂ ആണ് എന്റെ ചാനലിൽ കിട്ടുന്നത്. അത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എന്റെ വലിയൊരു ആഗ്രഹങ്ങൾ ആണ്. ഞാൻ ഇതുവരെ സിനിമ, സീരിയൽ, അതുപോലെ ട്രാൻസ്ജെൻഡർ ആ ഒരു സെലിബ്രിറ്റി സ്റ്റൈലുള്ള ആൾക്കാരാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. പക്ഷെ എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ്, റൈറ്റേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരെ എൻ്റെ ചാനൽ ഇന്റർവ്യൂ കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതിൽ പ്രസാദ് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പ്ലീസ് ഒരു എഴുത്തുകാരനെ കൊണ്ടുവരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഒരു തുടക്കമാവട്ടെ. തീർച്ചയായിട്ടും. കാരണം ഞാൻ വായനക്കാരിയാണ്. പ്രസാദിനെ അറിയാം, ഓൾറെഡി ഞാൻ വായിക്കാറുണ്ട്. അപ്പൊ എന്നെ ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞ പ്രസാദ് വിളിക്കുന്നുണ്ട്. പക്ഷെ വേറെ ഒരിടത്തോ പരസ്യങ്ങളോ ഒന്നുമില്ലാതെ എനിക്കറിയാവുന്ന വളരെ വിനയാന്വിതനായിട്ടുള്ള, ഞാൻ പുകഴ്ത്തി പറയുകയല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ വിഷമമുള്ള, അതുകൊണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എന്നെ വിളിച്ചിട്ട് ശരി ഞാനിങ്ങനെ ഒരു സാധനം എഴുതി ഒന്ന് വായിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേറെ പരസ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വേറെ മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് പ്രസാദ് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ വിളിച്ചിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെയാണ്, ഞാൻ ആദ്യം ഇത് വായിച്ചില്ല. ആക്ച്വലി എൻ്റെ തിരക്കുകൾ കൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷേ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 10-14 പേജുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അതായത് ഒറ്റ ഇരിപ്പിന് വായിക്കണം. ഒരു ബുക്കിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളെ പോലെ സമകാലീനമായിട്ടുള്ള എഴുത്തുകാർ കുറെ പേരുണ്ട്. പഴയ എഴുത്തുകാരല്ല, ഇപ്പൊ നിമ്ന വിജയ്, അങ്ങനെ കുറച്ചധികം ആൾക്കാർ, പുതിയ എഴുത്തുകാർ, കുറെ ശ്രീപാർവതി, അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ കൂടുതലും ഒന്നെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ ക്രൈം, അല്ലെങ്കിൽ ഹൊറർ, സസ്പെൻസ്. പക്ഷെ ഈ ഒരു ജോണർ അല്ല. അത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ക്ലാരയും ആൽബിനും ഒരിക്കലും ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സസ്പെൻസ് ഇതല്ല. വേറൊരു നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സസ്പെൻസിനകത്ത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്കിന്റെ ഇത് കണ്ടിട്ടാണ് ആൾക്കാര് അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ. അല്ല, ഞാനത് എന്റെ ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എനിക്കറിയാവുന്ന പ്രസാദ് ബേബി
നമ്മളോട് പറയുന്ന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ കഥയുടെ ബൈറ്റ്സ് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഒപ്പിനിൽ വരുമ്പോഴൊക്കെ കുറെ കൂടെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാറ്. അതായത് ബന്ധങ്ങളുടെ ആഴങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കാറ്. പക്ഷെ ഇതിലെ കഥാ എഴുത്തുകാരനായിട്ടുള്ള പ്രസാദ് ബേബി ഒരു വ്യത്യസ്തനായ മനുഷ്യനാണ്. അപ്പൊ അതെന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളത് പറയാലോ, അത് മാറ്റി വെച്ചു ബുക്ക്. കാരണം വേറെ ബുക്സ് ഒക്കെ എനിക്ക് വായിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാനത് പിന്നെ വായിക്കാം, പ്രസാദിന്റെ ബുക്കല്ലേ, ഇതിനകത്ത് എന്തായാലും പ്രണയമായിരിക്കും. പിന്നെ ഇതിന്റെ കവർ പേജ് കൂടെ കണ്ടപ്പോൾ ഞാൻ ഓർത്തോ ഇത് ഉറപ്പായിട്ടും കട്ട റൊമാൻറ്റിക് സാധനമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് വായിച്ചു തുടങ്ങിയപ്പോൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അതാണ് എന്താണ് ഒരു ബുക്കിന്റെ കവർ കൊണ്ട് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല, മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ബുക്കാണ്. ഞാനും വെയിറ്റ് ചെയ്യുവാണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. ശരിക്കും മറ്റേ സാരിക പറഞ്ഞ കറക്റ്റാണ്. 220 പേജ് ഉണ്ട് ഈ ബുക്കിന്. പക്ഷെ ഇതൊരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റും. അത് നമ്മൾ ബുക്ക് വായിച്ച എല്ലാവരും ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തെ എഴുത്തുകാര് കുറെ എഴുത്തുകാരുണ്ട്. അപ്പൊ പ്രണയം അങ്ങനെയുള്ള ഒരു ഇത് പിടിച്ചിട്ടാണ് അവരെല്ലാം എഴുതുന്നത്. അപ്പൊ എനിക്ക് എഴുതുന്ന സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആൾക്കാർ ഒരിക്കലും ഒരു ഇത് അങ്ങനെ ജഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും ഞാൻ ഓരോ സ്ഥലങ്ങളിൽ കഥയുടെ ഒരു ഒഴുക്കിന് വേണ്ടി പല സ്ഥലങ്ങളിലും മാറ്റി അങ്ങനെയാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ 2ാം പാർട്ടിലേക്ക് വരുമ്പോഴും ഇതേ രീതി തന്നെയാണ്. പക്ഷെ 3rd പാർട്ടിലാണ് ഇതിലെല്ലാ കഥാപാത്രങ്ങളും വന്നുപോയ എല്ലാ കഥാപാത്രങ്ങൾക്കും ഇപ്പൊ തന്നെ മനസ്സിലാവും, ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ളതായിട്ട്. എല്ലാ ഗ്രേ ഷെയ്ഡ് ഉണ്ട്. അത് ഞാൻ ഒരു സ്ത്രീ എന്നോ പുരുഷനോ എന്നോ അല്ല, എല്ലാവരും അവരുടേതായ പ്രൈവറ്റ് സ്പേസിൽ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ള ആൾക്കാരാണ്. അതൊരു എനിക്ക് തോന്നുന്നു പ്രസാദ് അതൊരു റിയാലിറ്റി ആണ് ശരിക്കും. എല്ലാ ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ എന്നിലും പ്രസാദിലും നമ്മുടെ ക്യാമറാമാനിലും ഒക്കെയും ഒരു ഗ്രേ ഷെയ്ഡ് എപ്പോഴും ഉണ്ടാവും. അത് ആരും കാണാത്തതാവാം, ചിലതൊരു അറിയാതെ പുറത്ത് പ്രകടിപ്പിക്കും. ഈ മനുഷ്യരിലുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഗ്രേ ഷെയ്ഡ് എന്ന് പറയുന്നത്. അത് ആ നോവലിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൽ നമ്മൾ നായികയായിട്ട് കരുതുന്ന ഒരു ആള് പെട്ടെന്നൊരു ഗ്രേ ഷെയ്ഡ് കാണിക്കുന്നത് അല്ലെങ്കിൽ അല്ല ഞാൻ പറയട്ടെ, നായകനായിട്ട് കരുതുന്ന ആളൊരു വേറൊരു സ്വഭാവം കാണിക്കുന്നു, അല്ലെങ്കിൽ പ്രതി നായകനായിട്ടെന്ന് കരുതുന്ന ആള് പോസിറ്റിവിറ്റി കാണിക്കുന്നു. അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു വെറൈറ്റി തലത്തിലാണ് ഈ സ്റ്റോറി പോകുന്നത്. അത് ഒറ്റ ഇരിപ്പിന് വായിച്ചാൽ എന്നോട് പ്രസാദ് ആദ്യം ബുക്ക് എനിക്ക് അയച്ചു തന്നപ്പോൾ എന്നോട് പറഞ്ഞു, ശരി ചേച്ചി ഇത് ഒന്നെങ്കിൽ ചേച്ചി ഒറ്റ അടിക്കിരുന്ന് വായിക്കണം. അപ്പൊ ഞാനത് കേട്ടില്ല. ഞാൻ ചെയ്തൊരു 10 പേജ് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ തമ്പ് വെച്ച് മടക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പിന്നെ ഒന്ന് വായിച്ചേക്കാം. എനിക്ക് എപ്പോഴോ ഡിപ്രഷൻ അടിച്ച സമയത്ത് ഞാനൊരു കാര്യം എനിക്കിരുന്ന് വായിച്ചേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വായിച്ചു തുടങ്ങിയത് ഞാനൊരു ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങി, ഒരു 2:30 ആയപ്പോൾ ഞാനിത് വായിച്ചു തീർത്തു. അത് വായിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ അത് നമ്മളെ വലിക്കണമല്ലോ, കൊണ്ടുപോകണമല്ലോ. ചില നോവലുകളുണ്ട്. ഇപ്പൊ ഞാൻ നമ്മുടെ ടി.ഡി. രാമകൃഷ്ണൻ സാറിനെ ഇതാക്കുമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കോരപ്പാപ്പാനെ സ്തുതിയായിരിക്കേണ്ട ബുക്ക് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് പുറത്ത് പറഞ്ഞാൽ അത് നാണക്കേടാ. 2.5 മാസമായി ഞാൻ അതും കൊണ്ടിരിക്കാൻ. 2.5 പേജിൽ ഇപ്പോഴും നിൽക്കുവാ ഞാൻ. പക്ഷെ അതൊക്കെ ലെജൻഡ് ബുക്കുകളാണ്. ലെജൻഡ് ബുക്കാണ്. പക്ഷെ അത് തള്ളാൻ ഇച്ചിരി പാടാണ് കേട്ടോ, തള്ളി നീക്കാനായിട്ട്. കാരണം ഒരു പേജ് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന അടുത്ത പേജ് ഞാൻ ഇപ്പോൾ തന്നെ വായിക്കും. പക്ഷെ ഇല്ല, അങ്ങനെ പോവില്ലത്. പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം എന്നെ ഇങ്ങനെ ഓടിക്കുന്ന പുസ്തകമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പൊ നിമ്ന വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി, ഇതൊക്കെ ശരിയാണ് പറയുമ്പോൾ റൊമാൻറ്റിക്കും ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ക്ലാരെ ആൽബിനും എനിക്കൊന്നും ആ ജോണറിൽ പെടുന്ന അല്ലെങ്കിൽ ആ തലത്തിൽ വരുന്ന ഒരു ലെവലിലേക്ക് ഒരു നീതി ഈ പുസ്തകത്തിനോട് പ്രസാദ് പുലർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് ശരിക്കും പറഞ്ഞാൽ ഞാൻ സത്യം പറയുമെന്ന് എനിക്ക് അറിയത്തില്ല പ്രസാദ്, ഇത് ശരിക്കും ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ആൽബിൻ, ക്ലാര, അതുപോലെ നമ്മുടെ ആദർശ്, പിന്നെ അർജുൻ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവരൊക്കെ ശരിക്കും സത്യം പറ ട്രൂ സ്റ്റോറി ആണോ ഇത്? ഒരിക്കലും ട്രൂ സ്റ്റോറി ആയിട്ട് തോന്നി. ഇതൊരിക്കലും ട്രൂ സ്റ്റോറി അല്ലല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സിസ്റ്ററിനെ കണ്ടു. അപ്പൊ അവർക്ക് അവരുടെ ഒരു ഇതിലൊരു പ്രോപ്പർട്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അറിയാലോ, സിസ്റ്ററിന്റെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ പ്രോപ്പർട്ടീനെ അവർ കെയർ ചെയ്യണ കണ്ടപ്പോ എനിക്ക് ചോദിച്ചാൽ ഇതിൽ ഇത്രയും വലിയ കെയർ ചെയ്യണ നമുക്ക് തോന്നുന്നു ഇതിൽ ഇത്ര ഇതുണ്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായ ഒരു തോട്ടിൽ നിന്ന് പിന്നെ അവർക്ക് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ ഡ്രൈവർ ബാക്കി എല്ലാവരും അവര് ചീത്ത പറയുന്നു. പക്ഷെ ഡ്രൈവർ അവരെ ഇങ്ങനെ ഒരു ഭയങ്കര പ്രായമുള്ള ഒരു സിസ്റ്റർ ആയിരുന്നു. അപ്പൊ ഡ്രൈവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു. അപ്പൊ ഡ്രൈവറാണ് ഇവരെ കെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഉള്ളൊരു തോട്ടിന്ന് ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പറയുന്നുണ്ട്. സ്പോയിലർ ആവുന്ന എനിക്കതില്ല, എനിക്ക് നമ്മളിത് കട്ട് ചെയ്യും. അതായത് അതിനകത്ത് ഒരു ചെരുപ്പ് ഒരു മെയിൻ കഥാപാത്രമാണ്. പലപ്പോഴും അതിലെ ഒരു ടേണിംഗ് പോയിന്റിൽ വന്നിരിക്കുന്ന ഒരു സാധനം ചെരുപ്പാണ്. അപ്പൊ നമ്മൾ ശരിക്കും ആ ആകാംക്ഷ എന്റെ സ്റ്റാർട്ട് ചെയ്ത ആ ചെരുപ്പിലാണ്. അതെന്തായിരുന്നു ആ ത്രെഡ് വരാൻ കാര്യം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി സിസ്റ്ററിന്റെ. ശരിക്കും അതില് മനോഹരമായിട്ട് ചെരുപ്പിനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനം വേറെ സാധാരണ നമ്മൾ ക്രൈം ത്രില്ലറിലൊക്കെയാണ് അതൊക്കെ കാണുന്നത്. ബോഡി കണ്ടെടുത്തു, ചെരുപ്പ് കണ്ടെടുത്തു, ചെരുപ്പാണ് തുമ്പായ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെ ഒന്നുമല്ല.
മസ്റ്റ് റീഡാണ് കേട്ടോ ഈ ബുക്ക്. പക്ഷെ ഞാൻ ഒരു ആൾക്ക് ഇത് അങ്ങനെ ഒരു ത്രില്ലർ പോലെ വായിക്കണം എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. സിമ്പിളായിട്ട് വായിച്ചു പോകണം. പക്ഷെ വായിക്കുമ്പോൾ ഒരു ആൾക്കാരിൽ ഒരു ക്യൂരിയോസിറ്റി വരണം, അത്രയും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ എഴുത്തുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ നോവൽ എഴുതുമ്പോൾ പച്ച പരവതാനി വിരിഞ്ഞ സൂര്യന്റെ ചുവപ്പ് നിറ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഇങ്ങനെ അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ നോക്കി നിൽക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതൊരിക്കലും എനിക്ക് ശരിക്കും അങ്ങനെ എഴുതുന്നതാണ് ഇഷ്ടം. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇതിലേക്ക് വരരുത്. ഡയറക്റ്റ് തന്നെ കഥയിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നതിന്റെ ഇടയിലേക്കാണ് ഈ ക്ലാര എന്ന് വന്ന കഥാപാത്രം ഓടിക്കായിരുന്നു. അപ്പൊ അവിടുന്ന് ആ ഇൻസിഡന്റ് മുതലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഡയറക്റ്റ് കഥ പറഞ്ഞു പോവുക എന്നുള്ളൊരു മൈൻഡിൽ കൂടെയാണ് ഞാൻ ഈ കഥ എഴുതിയേക്കുന്നത്. ഒരിക്കലും ആൾക്കാർക്ക് ലാഗ് അടിപ്പിക്കരുത്. ലാഗ് അടിപ്പിച്ച് ഈ സമയത്ത് ബുക്ക് വായിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ആൾക്കാർക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. വായിച്ചെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കണം. അതെ, അങ്ങനെ അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബുക്കുകൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും അതിന്റെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ബുക്കിന്റെ. ഇതെന്നല്ല, ഞാൻ അങ്ങനെ വായിച്ചിട്ടുള്ള എല്ലാ ബുക്കുകളും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ഒറ്റ ഇരിപ്പിന് നമ്മളെ കൊണ്ട് വായിപ്പിക്കണം. അതായത് ചിലപ്പോഴൊക്കെ ഞാൻ വെള്ളം കുടിക്കാൻ പോലും പോകത്തില്ല, കാരണം ഇതിന്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നു വെച്ചാൽ ഇത് വായനക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ചിലപ്പോൾ ഇതൊരു കൂടുതൽ ഞാൻ എക്സാജറേറ്റ് പറയുന്നതായിട്ട് തോന്നും, പക്ഷെ അല്ല. ഒരു ബുക്ക് എന്താ പറയുക, നമ്മൾ ആ ഒരു ത്രില്ലർ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറ്റാന്വേഷണ കഥകൾ വായിക്കുമ്പോഴോ നമുക്ക് തരുന്ന ഒരു ഭീതി, ഇത് ഭീതി തരുന്നതല്ല ഞാൻ പറഞ്ഞ ആ ഒരു വലിപ്പീരുണ്ടല്ലോ, നമ്മൾ കുതിരപ്പുറത്ത് ചാടി പോകുന്ന ആ ഒരു ഫീൽ ബുക്ക് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ ബുക്കിനോട് പ്രസാദ് നീതി കൊടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനൊരു റീഡർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് വിളിച്ചിട്ട് എടുത്തില്ല, പ്രസാദ് ഓഫീസിൽ അതുകൊണ്ട് എടുത്തില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, പ്രസാദെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മെസ്സേജ് അയക്കാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാവുന്ന പ്രസാദ് എന്ന് പറഞ്ഞ പ്രസാദ് ബേബി കുറച്ച് നാളുകൾക്ക് മുൻപ് പത്രത്തിലേക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ന്യൂസ് മീഡിയകളിലേക്കൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തിരുന്ന പ്രമുഖ ചാനലുകളിലൊക്കെ, ഓൺലൈൻ പ്രമുഖ ചാനലുകളിലൊക്കെ എഴുത്ത് എന്ന് പറഞ്ഞാൽ പ്രസാദ് ബേബി ആയിരുന്നു. അതായത് വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാം, എൻ്റെ ചടുലത അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സിനോപ്സിൽസിൽ നിന്നുകൊണ്ട്, അതായത് ആ ഒരു ന്യൂസ്, അത് സാമൂഹ്യ പ്രാധാന്യമുള്ള പല വിഷയങ്ങളും നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചേച്ചി അങ്ങനെയല്ല, അത് ആ ഒരു വിഷൻ ഇങ്ങനെയാണ്, ചേച്ചി പറയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടയ്ക്ക് തർക്കിക്കാൻ വരും. ഞാൻ ഇച്ചിരി അഗ്രസീവ് ആയാലും പ്രസാദ് സോഫ്റ്റ് ആയിട്ടായിരിക്കും എന്നോട് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ എഴുത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇനി സാമൂഹ്യ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ടെയിലാണത് അല്ലേ, ഒരു ഫാൻറ്റസി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇമാജിൻ സ്റ്റോറിയാണ്, പറയുന്ന പോലെ ട്രൂ സ്റ്റോറി അല്ല, ത്രെഡിൽ നിന്നുണ്ട് ഉരുത്തിരിഞ്ഞൊരു കഥയാണ്. അതൊരു കഥ തന്നെയാണ്, ഒരു സ്റ്റോറി. പക്ഷേ എനിക്കറിയാവുന്ന പ്രസാദിന് സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും അതിനെക്കുറിച്ച് എഴുതാനും, വാചകം അടിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് എഴുതി അതിനെ സമർത്ഥിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും. പ്രസാദ് ഒരു ക്രിട്ടിക്സ് കൂടെയാണ്. അങ്ങനെ നോക്കിക്കാണുമ്പോൾ ഈ എഴുത്തിനെ എങ്ങനെ കാണുന്നു പ്രസാദ്? ഓൺലൈൻ മീഡിയസിന് വേണ്ടി എഴുതുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് പറയും, നമുക്ക് ഇന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് വേണ്ടത്. അപ്പൊ നമ്മളൊരു കണ്ടന്റിനെ അങ്ങനെ ആക്കി മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് എഴുതാൻ പറ്റണം. പിന്നെ അതിന് തമ്പ് കൊടുക്കണം, അതിന് ഹെഡിങ് കൊടുക്കണം, അത് കണ്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ. നടി വെള്ളം കുടിക്കുന്നു, അത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള, അത് ഇപ്പൊ വീഡിയോസിലാണ്. പണ്ട് നേരെ ക്ലിക്ക് ചെയ്ത് വെബിൽ കയറി വെബിൽ ന്യൂസ് വായിച്ച് വെബിൽ നിന്ന് ഗൂഗിളിന് കാശ് വാങ്ങിച്ച് ഈ കമ്പനിക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ അത് അങ്ങനത്തെ ന്യൂസുകൾ കുറച്ചുള്ളൂ. പണ്ട് ഇത് മുഴുവൻ ഇവര് ഒരു വെബ് ഉണ്ടാക്കുക, ആ വെബിലേക്ക് ലിങ്ക് ഫേസ്ബുക്കിൽ നിന്ന് കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്ത് വെബിലേക്ക് കയറിയിട്ട് ആ ക്ലിക്കിന് പൈസ വാങ്ങുക. അപ്പൊ അതിന് മാക്സിമം ആൾക്കാരെ ക്ലിക്ക് ചെയ്യിപ്പിച്ച് കയറ്റുക എന്നുള്ളൊരു തന്ത്രമാണ് കുറച്ച് ഒരു 4-5 വർഷം മുന്നേ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്താണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് എഴുത്ത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് എഴുതി തുടങ്ങി. പലതും എഴുതി ഇങ്ങനെ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ഇന്ന രീതിയിൽ എഴുതി തരും. അപ്പൊ അങ്ങനെ എഴുതി തുടങ്ങി. അപ്പൊ നമ്മള് അതിലൊരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാണ്ടായി മാറി. പിന്നീട് അവർക്ക് വേണ്ടി എഴുതുക, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എഴുതുക എന്ന രീതിയിലേക്ക് പോയപ്പോൾ ഞാൻ ഓൾറെഡി വേറെ ജോബിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇതൊരു പാഷൻ ആണെങ്കിൽ കൂടി ഇത് നമ്മൾ അങ്ങനെ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് ഞാൻ സ്വയം സ്റ്റോപ്പ് ചെയ്യായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസിനെ വേറെ രീതിയിലേക്കൊക്കെയാണ് വളച്ചൊടിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ ഒരാള് ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ടൊവിനോ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഒറ്റടിക്ക് വേറെ ഇതിലേക്ക് ഒറ്റടിപ്പിക്കാൻ പറ്റും. അത് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത ആളെ കയറ്റുക, അല്ലെങ്കിൽ ആൾക്കാരെ ഫോളോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് തന്ത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ സ്റ്റുഡിയോക്ക് നിർത്തി കളഞ്ഞത് നമ്മള്.
നമുക്ക് പിന്നെ പ്രഷർ വന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ, നമ്മുടെ ചാനലൊക്കെ നിർത്തിക്കളഞ്ഞ അങ്ങനെയാണ്. കാരണം എന്റെ അറിവില് നമ്മുടെ ചാനൽ മിക്കതും 1 മില്യൺ ആയിരുന്നു. പിന്നെ പിന്നീട് പിന്നുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഈ പബ്ലിക് ഒപ്പീനിയന്റെ ഇടയിലും കുറെ പ്രശ്നങ്ങളും അങ്ങനെ പബ്ലിക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാമൂഹ്യ പ്രാധാന്യമുള്ള കുറച്ച് വിഷയങ്ങൾ നമ്മുടെ അടുത്ത് ചെയ്തിരുന്നു. എല്ലാ ചാനലുകളും ചോദിക്കുന്ന ഒരു ഊള ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചോണ്ടിരുന്നത്. പിന്നീട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നീടും പോയി ഞാൻ പിന്നെ മാറിയിട്ട് പിന്നെ വേറെ ആരെ കണ്ടൊക്കെ ആങ്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ബിസി ആയി, ചേച്ചി പിന്നെ വേറെ ചാനലുകളിലേക്ക് പോയി. അതെ, തിക്കും തിരക്കുമായി മാറി, പറന്നു കളിച്ചു, ഹോട്ട് സീറ്റ് ആങ്കർ ഒക്കെ ആയി മാറി. പിന്നെ നമ്മൾ രണ്ടുപേരും ബിസി ആയി പോയി. പിന്നെ ഞാൻ അതിന്റെ ലെവല് താഴ്ത്തി, പിന്നെ നിർത്തി. അതെ, അപ്പച്ചനെ അതാണ് മെയിൻ. എനിക്കൊന്ന് നമ്മളൊരു 6-7 മാസം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ് പിന്നെ തുടങ്ങാനായിട്ട് നമ്മൾ രണ്ടാമതൊന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച അപ്പച്ചന് രോഗം ഡയഗ്നോസ് ചെയ്ത് ഞാൻ ഓർക്കുന്നു. പിന്നെ പ്രസാദ് അന്ന് കുറെ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. കോളേജും സ്കൂളും നിങ്ങളുടെ കുസൃതികളും, ഐ മീൻ ഭയങ്കര ഒരു എന്താ പറയാ ജോവിയലായിട്ടല്ല എങ്കിലും ഭയങ്കര അടിച്ചുപൊളിയായിട്ടൊരു വ്യക്തിയാണ് പ്രസാദ് ആസ് എ പേഴ്സൺ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അറിയില്ല, പ്രസാദിനെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ കൂട്ടുകാരന്മാരുണ്ട് പ്രസാദിന് കുറെ, എൻ്റെ അറിവിൽ കുറേ പേരുണ്ട്. നിങ്ങളുടെ ഒരു ജീവനും ഓജസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. അത് കോളേജിൽ തൊട്ട് ഇപ്പൊ വരെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ കുറഞ്ഞിട കാലം എനിക്കറിയില്ല, അതിന് മുമ്പുള്ള എനിക്കറിയാവുന്ന പ്രസാദ് വീക്കെൻഡ് ഫ്രണ്ട്സിനെ കാണാൻ പോവുക, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരിക, ചാലക്കുടി മുഴുവനും നിങ്ങൾ കറങ്ങുക, അല്ലെങ്കിൽ പറ്റിയ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോവുക. അത് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞു ആയിട്ടും അങ്ങനെ തന്നെ പ്രസാദം മാറ്റമൊന്നുമില്ല. അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചത് ഈ മനുഷ്യന് എന്താണ് എപ്പോഴും ഫ്രണ്ട്സായിട്ട് നടക്കുന്നത്? ഇപ്പൊ ഫ്രണ്ട്സ് ഈ എഴുത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? അത് സ്വാധീനിച്ചിട്ടുണ്ടോ അവര്? നിങ്ങളൊരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു? ഞാനൊരു എഴുത്തുകാരൻ അവർക്കറിയായിരുന്നു, ഞാൻ എഴുതുന്ന ആളാണെന്നൊക്കെ അവർക്ക് അറിയായിരുന്നു. പക്ഷെ നമുക്കൊരു എഴുതുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ എൻ്റെ കൂടെയുള്ള എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പൊ ശരീരടക്കമുള്ള എൻ്റെ കൂടെ ഇപ്പൊ ഉണ്ടാവുന്ന എല്ലാവരും ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഈ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാൻ നോക്കുള്ളൂ. നമുക്ക് ചുറ്റും കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സിനോയ് ചേട്ടൻ, വിവേകിനൊക്കെ അറിയാം, വിവേക്, വിപിൻ, പിന്നെ വിൻസൻ, ജോസ് പോൾ, ഡിൽജോ, അങ്ങനെ ജോസ് പോള്, അങ്ങനെ കുറെ മുത്തുരാജ്, അങ്ങനെ പറഞ്ഞ കുറെ കൂട്ടുകാരുണ്ട്. അപ്പൊ അവരൊക്കെ എപ്പോഴും ഇവരൊക്കെ നമ്മൾ വിളിച്ച സ്പോട്ടിൽ അവരാണ് നമുക്ക് ബലം എന്ന് പറയുന്നത്. അപ്പോൾ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക, അവരെ കാണുക. നമുക്കൊരു ഇപ്പൊ പല ആൾക്കാരും പറയാനുണ്ടല്ലോ ഡിപ്രഷനിലേക്ക് പോയി, അല്ലെങ്കിൽ അങ്ങനെ പോയി. അപ്പൊ ഞാനും ആ സ്റ്റേജിലൂടെ ഇതുവരെ കടന്നു പോയിട്ടില്ല. ലൈഫിൽ കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ദുഃഖങ്ങൾ എല്ലാവർക്കും, അല്ലെങ്കിൽ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വരുമ്പോ നമ്മുടെ കൂട്ടുകാരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സുഖമായിട്ട് കാര്യങ്ങൾ, ഡിപ്രഷന് മൈൻഡിൽ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കടന്നു പോവില്ല. അതെ അതെ അതെ. ഈ ബുക്ക് എഴുതി കഴിഞ്ഞപ്പോ ഇത് ആദ്യം വായിക്കാൻ കൊടുത്ത ആർക്കാണ്? ബുക്ക് വൈഫാണ്. വൈഫും പിന്നെ എൻ്റെ ഓഫീസിലെ 3 ഗേൾസുമാണ് വായിച്ചത്. ഒന്ന് സിൻഡ, നിവ്യ, പ്രിയ, അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ പെൺകുട്ടികൾ. എന്തായിരുന്നു അവരുടെ വൈഫിന്റെ എക്സ്പ്രഷൻ? എന്തായിരുന്നു വൈഫ് എന്താ പറഞ്ഞത്? വൈഫാണ് എപ്പോഴും എഴുതാൻ വേണ്ടിട്ട്. ഫാദർ മരിച്ചതിന് ശേഷം കുറച്ചാള് ആ കഥ പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ എന്നും പറയും ഇത് എഴുതി പൂർത്തിയാക്ക്, നമ്മുടെ എഴുതി പൂർത്തിയാക്കാൻ പറയും. അപ്പൊ ഞാൻ എൻ്റെ ലാപ്പിലാണ് എഴുതുന്നത്. അപ്പൊ ലാപ്പിലിരുന്ന് പൂർത്തിയാക്കും. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ പിന്നെ ഞാൻ എഴുതി വെച്ചതൊക്കെ മോശമായപ്പോ വൈഫ് പറഞ്ഞു ഇത് ഇങ്ങനെയല്ല, ഇതൊരു സുഖമില്ല എന്ന് പറയുമ്പോ ഞാൻ മാറ്റി വേറെ രീതിയിൽ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വൈഫ് തിരുത്തലുകൾ തന്നിട്ടുണ്ട്. കാരണം 500 പേജുള്ള 500-600 ഇത് ഏകദേശം അത്രയും പേജസ് ഉണ്ട് ഇതിന്. അപ്പൊ അതിൽ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെയും ഈ ഇതിൽ കുറെ വേറെ രീതിയിലൊക്കെയും നമ്മുടെ മറൈൻ ഡ്രൈവില് അങ്ങനെയുള്ള കുറെ ഇതിൽ ശരി കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അപ്പൊ നമ്മൾ കൊച്ചിയിൽ കണ്ടിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ കഥാപാത്രങ്ങളും ഒക്കെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. കവർ പേജ് വരെ കൊച്ചിയാണ് മൊത്തം. ഇതിൽ 2ാം ഭാഗം ബാംഗ്ലൂരാണ് മൊത്തം, 3ാം ഭാഗം വീണ്ടും കൊച്ചി വരും. അങ്ങനെയാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഭാര്യയാണ് സജഷൻസ് ഒക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ അവരാണ് ആദ്യമായിട്ട്, വൈഫാണ് മൊത്തം വായിച്ച് എല്ലാം തിരുത്തലുകളും ഒക്കെ പറഞ്ഞ് ഇത് പെർഫെക്റ്റ് ആക്കാൻ സഹായിച്ചത് വൈഫാണ്. വൈഫാണ്. ഞാൻ വൈഫിനെയാണ് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡന്റ് ആണ് ഈ ബുക്ക് എഴുത്തിലല്ല, മൊത്തം കാര്യത്തില്. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് ബാഗ് മാത്രം ലാപ്പടക്കം എടുത്തു വെച്ച്
തരുന്നവളാണ്. ബാഗിൽ തോളത്തിട്ട് ഓഫീസിൽ പോകാന്നുള്ള മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത്. ഫുഡ് വരെ എല്ലാം സെറ്റ് ചെയ്ത് തരുന്ന വൈഫാണ് നിങ്ങളുടെ ബലം. വൈഫില്ലെങ്കിൽ നമുക്ക് ഇനി ഒരു ഡേ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ റിയൽ പുരുഷൻ കൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പറയാൻ പറ്റുന്ന അത് വൈഫിനോട് തന്നെ ചോദിക്കണം. റിയൽ പുരുഷൻ ഇൻ ദ സെൻസ് സ്ത്രീയെ ബഹുമാനിക്കുകയും അതോടൊപ്പം തന്നെ കോൺട്രവേഴ്സ്യൽ ആകാൻ ചിലപ്പോൾ എഴുത്തുകാരുമായിട്ട് സംസാരിക്കും, എനിക്ക് അറിയില്ല. പക്ഷെ അപ്പൊ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും അത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന പുരുഷന്മാർ വളരെ കുറവാണ്. സെലിബ്രിറ്റികളൊക്കെ പറയുമായിരിക്കും, പക്ഷെ എനിക്ക് പ്രസാദിനെ അറിയാം, എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ പ്രസാദ് പലപ്പോഴായിട്ടും പല കാര്യങ്ങളും വൈഫിന്റെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പ്രസാദിനോട് ഞാനത് പറഞ്ഞിട്ടില്ല. അതായത് അവരെ ഏറ്റവും ടോപ്പായിട്ട് കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സാധനങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം, അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഹസ്ബൻഡാണ് താങ്കൾ. അപ്പൊ ഞാൻ അറിഞ്ഞോ കൊള്ളാം. പുറമെ ഇപ്പൊ മറ്റു കാര്യങ്ങൾ എത്രയൊക്കെ നിങ്ങൾ സ്ട്രിക്ട്നെസ് പറഞ്ഞാലും വൈഫ് ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ, വൈഫ് മാത്രമല്ല അമ്മ, അപ്പച്ചൻ, അനിയൻ, അവരുടെ കുടുംബം, അവരുടെ മക്കളെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ പ്രസാദ് എപ്പോഴും കോളേജിൽ ഉഴപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉഴപ്പനായിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ അടിപൊളിയാകാൻ സാധിച്ചതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഉഴപ്പൊന്നൊക്കെ നല്ല ഉഴപ്പിന്റെ സെൻസ് പഠിത്തത്തിൽ ഉഴപ്പൊന്നല്ല, മറ്റു കാര്യങ്ങളെല്ലാം നോർമലി ഒരു ആൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രസാദ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഇന്ന് എന്റെ മുമ്പിൽ ഒരു എഴുത്തുകാരനെ വന്നിരിക്കുന്നതിൽ ഞാൻ സോ പ്രൗഡ്, ഒരുപാട് അഭിമാനം തോന്നുന്നു. വീണ്ടും താങ്ക് യു. പിന്നെ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ എഴുത്ത് പറഞ്ഞല്ലോ, ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ നിങ്ങളുടെ സമകാലീനരായ മറ്റ് യുവാക്കൾ, ആണും പെണ്ണും ഒക്കെ, ഇപ്പൊ നിമ്ന വിജയ് അല്ലെങ്കിൽ അഖിൽ പി ധർമ്മജനെയൊക്കെ പോലെയുള്ള എഴുത്തുകാരോട് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ചോദിച്ചാൽ പ്രസാദിനോട് ചോദിക്കുകയാണ് ഇപ്പോൾ. അതായത് ഈ എഴുത്തിലൂടെ നമ്മുടെ സമൂഹം ഇന്ന് ജൻസിയുടെ സമൂഹമാണ്, അവർ ഒരിക്കലും ബുക്ക് വായിക്കുന്നില്ല. പത്രം വായിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എൻ്റെ മോള് പറയാം, അമ്മ ഫോൺ ഉണ്ടല്ലോ എന്തിനാ പത്രം നോക്കുന്നത്, അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലേക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് ചുവടുവെപ്പ്. അപ്പൊ ഈ ജൻസി കുട്ടികളൊക്കെ ഇതൊക്കെ വായിക്കും, അല്ലെങ്കിൽ എഴുത്തിനൊരു കാലമുണ്ടോ ഇനി അങ്ങോട്ട് ചിന്തിക്കുന്നുണ്ടോ പ്രസാദ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഈ ബുക്ക് ഉണ്ടല്ലോ, ഈ ബുക്കിൽ ഭൂരിഭാഗവും വായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഈ ബുക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഈ ജൻസി കുട്ടികളാണ്. ഓ റിയലി? വെച്ച് കഴിഞ്ഞാൽ അവര് ഈ ബുക്ക് ഇപ്പൊ നിമ്ന വിജയും നമ്മുടെ അഖിൽ പി ധർമ്മ അവരൊക്കെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഈ ഇങ്ങനത്തെ നോവൽസിന്റെ ഇങ്ങനത്തെ നോവൽസ് നമ്മൾ പ്രത്യേകം പറയേണ്ടി വരും. ജോണറാണ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമ ട്രാഫിക് ഇറങ്ങി കഴിഞ്ഞപ്പോ സിനിമകൾ ഇറങ്ങിയപ്പോ ആ ഒരു ജോണർ വന്നൂല്ലോ, അങ്ങനെ ഒരു ജോണറാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമ്ന വിജയുടെ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ട്രെൻഡായി മാറി. പിന്നെ ഈ ബുക്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ബുക്ക് വീട്ടിലില്ലെങ്കിൽ മോശം, ഈ ബുക്കിന്റെ ഒരു സെൽഫി എടുത്തില്ലെങ്കിൽ മോശം, അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം വായന ദിനായിരുന്നു, അല്ലെങ്കിൽ ഒരു റാം കെയർ ഓഫ് ആനന്ദിയുടെ ബുക്ക് എടുത്തൊരു ഇമേജ് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ, അങ്ങനത്തെ രീതിയിലേക്ക് അവര് ആ കുട്ടികളെ കൊണ്ടുവന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടന്റിന്റെ കേസിൽ ഈ പണ്ടത്തെ എഴുത്തുകാരുടെ ക്വാളിറ്റി കണ്ടന്റുകൾക്കില്ല, അത് സത്യമാണ്. ഇപ്പൊ ഈ ബുക്കിലായ പോലും നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നു, ഒരു സിനിമാറ്റിക് നോവൽ അല്ലെങ്കിൽ ഒരു വെറുതെ സിനിമ നോവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു നോവൽ മാത്രമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ മറ്റേ ടി ഡി രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാള്, അല്ലെങ്കിൽ അങ്ങനത്തെ ബുക്കുകളുടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോരപ്പാപ്പ, അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ഉള്ള ബുക്കുകൾ ഇപ്പൊ അങ്ങനെ ഇറങ്ങുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എഴുത്തുകാരല്ലാതെ ഇപ്പൊ എന്നെ പോലെയുള്ള ഒരുപാട് എഴുത്തുകാർ ഇഷ്ടം പോലെ, ഞാൻ ഇൻസ്റ്റാഗ്രാമില് നമുക്ക് കുറേ പേരായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. അപ്പൊ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഈ ബുക്കുകളൊക്കെ ഇഷ്ടംപോലെ പബ്ലിഷേഴ്സ് ഉണ്ട്. പബ്ലിഷേഴ്സിന് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമയം. പക്ഷെ ഒരുപാട് പേര് ബുക്കായിട്ട്, അല്ലെങ്കിൽ 100 പേജ് അല്ലെങ്കിൽ മറ്റേ 75 പേജ് മതി ഇപ്പൊ ഒരു നോവല് ഇറക്കാൻ. അപ്പൊ ഒരു കണ്ടന്റ് ക്വാളിറ്റി ഒന്നും നോക്കുന്നില്ല പബ്ലിഷേഴ്സ്. വെറുതെ അവര് പബ്ലിഷ് ചെയ്യാണ്. പ്രൂഫ് റീഡിങ് എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കാണ്. പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രൂഫ് റീഡിംഗ് ഒന്നും കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഈ ബുക്കിലും അതിന്റെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ജെൻസി ചോദ്യമാണെങ്കിൽ ജെൻസി പിള്ളേർ ബുക്ക് വായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രണയകഥകള്, ഇത് ഭൂരിഭാഗ ട്രെയിനിൽ യാത്ര തുടങ്ങുന്ന പ്രണയകഥകള്, അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ കോളേജ് ക്യാമ്പസിലെ പ്രണയകഥകള്, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ പ്രണയകഥകള്, അതിൽ ചെറിയ അവിഹിതം, വേറൊരു ബന്ധം, അല്ലെങ്കിൽ ഒരു സീരിയൽ ലെവല്, അങ്ങനത്തെ പുഷപ്പ് കുറെ ഉണ്ട്. നല്ല ഹൊറർ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം മിക്സ്ഡ് ആണ്. എന്നാലും പുതിയ പിള്ളേര് ഇങ്ങനത്തെ ഈ ട്രെൻഡിൽ ട്രെൻഡ് സെക്ടർ ആയിട്ടുള്ള ബുക്കുകൾ, പഴയ ബുക്കുകൾ വായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം. പക്ഷെ ഇങ്ങനത്തെ ബുക്കുകൾ അവർ വായിക്കുന്നുണ്ട്.